നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 55 മുതൽ 58 വരെ പേജുകളിലെ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാങ്കിൾ, രണ്ടാമത്തത് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ. ആദ്യം നമുക്ക് എന്താ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് നോക്കാം. The altitude of a triangle is the perpendicular line segment drawn from the vertex to the opposite side of the triangle. അതായത് എന്താണ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉന്നതി എന്ന് പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിളിന്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചു നോക്കിയാലോ. ഇതാ ഇവിടെ ഒന്ന് നോക്കിക്കേ. ഞാൻ ABC എന്ന ട്രയാങ്കിളിന്റെ A എന്ന വെർട്ടെക്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡ് BC എന്ന സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചേക്കുവാണ്. ഈ വരച്ചിരിക്കുന്ന ഈ പെർപെൻഡിക്കുലറിന് പറയുന്ന പേരാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിന് എത്ര ആൾട്ടിറ്റ്യൂഡുകൾ വരയ്ക്കാൻ പറ്റും? ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഒരെണ്ണം വരയ്ക്കുക അല്ലെ. ഈ ട്രയാങ്കിളിന്റെ C എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡായ AB-യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അതും ആൾട്ടിറ്റ്യൂഡ് തന്നെയല്ലേ. അതുകൂടാണ്ട് B അടുത്ത വെർട്ടെക്സ് അല്ലേ. ഈ B-യിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡായ AC-യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കത്തില്ലേ? അതും ആൾട്ടിറ്റ്യൂഡ് തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിന് എത്ര ആൾട്ടിറ്റ്യൂഡുകൾ വരയ്ക്കാം? 3 വെർട്ടെക്സിൽ നിന്നും ഓരോ ആൾട്ടിറ്റ്യൂഡുകൾ വെച്ച് വരയ്ക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര എണ്ണം വരയ്ക്കാം? 3 ആൾട്ടിറ്റ്യൂഡ് ഒരു ട്രയാങ്കിളിന് വരയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കി ആൾട്ടിറ്റ്യൂഡും കൂടെ ഒന്ന് വരയ്ക്കാനായിട്ട് പോവാം. ഇവിടെ ഞാൻ ABC എന്ന ഈ ട്രയാങ്കിളിന്റെ 3 ആൾട്ടിറ്റ്യൂഡും കൂടെ വരച്ചിട്ടുണ്ട്. Aയിൽ നിന്ന് BC-യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്, അത് BD അല്ലേ. അതുപോലെ തന്നെ Cയിൽ നിന്ന് AB-യിലേക്ക് വരച്ചിട്ടുണ്ട്, അത് CE. അടുത്തത് Bയിൽ നിന്ന് AC-യിലേക്ക് വരച്ചിട്ടുണ്ട്, അത് BF. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആൾട്ടിറ്റ്യൂഡുകൾ? AD ഒരു ആൾട്ടിറ്റ്യൂഡാണ്, അതുപോലെ തന്നെ BF അടുത്ത ആൾട്ടിറ്റ്യൂഡാണ്, അടുത്തത് CE അടുത്ത ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന് 3 ആൾട്ടിറ്റ്യൂഡുകളാണ് ഉള്ളത്. അടുത്തത് രണ്ടാമതായിട്ട് പറയുന്നത് ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ ആൾട്ടിറ്റ്യൂഡ്സ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഇവിടെ ഈ ട്രയാങ്കിളിന് 3 ആൾട്ടിറ്റ്യൂഡുകൾ വരച്ചിട്ടുണ്ട് അല്ലെ. ആ ആൾട്ടിറ്റ്യൂഡുകളെല്ലാം G എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം, ഏതൊരു ട്രയാങ്കിളിന്റെയും 3 ആൾട്ടിറ്റ്യൂഡുകളും ഒരു പോയിന്റിൽ തന്നെ ഇന്റർസെക്ട് ചെയ്യും. അടുത്തത് മൂന്നാമതായിട്ട് പറയുന്നതോ ദ പോയിന്റ് വേർ ഓൾ ദ ആൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ഈസ് കോൾഡ് ദ ഓർത്തോ സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ. അതായത് ഈ 3 ആൾട്ടിറ്റ്യൂഡുകൾ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, അതായത് G എന്ന് പറയുന്ന ഈ പോയിന്റിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓർത്തോ സെന്റർ എന്ന് വിളിക്കാം. ഓർത്തോ സെന്റർ അല്ലെങ്കിൽ ലംബ കേന്ദ്രം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, എന്താണ് ആൾട്ടിറ്റ്യൂഡ് എന്ന്. എന്താ ആൾട്ടിറ്റ്യൂഡ്? ഒരു ട്രയാങ്കിളിന്റെ ഏതൊരു വെർട്ടെക്സിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? ഒരു ട്രയാങ്കിളിന്റെ 3 ആൾട്ടിറ്റ്യൂഡുകൾ വരയ്ക്കാം. ഈ 3 ആൾട്ടിറ്റ്യൂഡും ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യും. അടുത്തത് മൂന്നാമതായിട്ട് പറയുന്നതോ ഈ 3 ആൾട്ടിറ്റ്യൂഡുകൾ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ ഓർത്തോ സെന്റർ അല്ലെങ്കിൽ ലംബ കേന്ദ്രം എന്നാണ് പറയുന്നത്. അടുത്തത് രണ്ടാമത്തത് മീഡിയൻ അല്ലെങ്കിൽ നടുവര. എന്താണ് മീഡിയൻ എന്ന് പറയുന്നത്? എ മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എ വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ലൈനിനെയാണ് മീഡിയൻ അല്ലെങ്കിൽ നടുവര എന്ന് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് എന്തായിരുന്നു? ഒരു വെർട്ടെക്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലറിനെ പറയുന്ന പേരാണ് ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ മീഡിയനോ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ലൈനിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ എല്ലാം മിഡ് പോയിന്റും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഒരു മീഡിയൻ അടയാളപ്പെടുത്താനായിട്ട് പോവാം. ഇവിടെ ഞാൻ ABC എന്ന ഈ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് ആയ Aയിൽ നിന്ന് BCയുടെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, AE. അതായത് ABCയുടെ ഒരു മീഡിയൻ ആണ് ഏത്? AE എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിന് എത്ര മീഡിയനുകൾ വരയ്ക്കാം? എ എന്ന വെർട്ടെക്സിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു മീഡിയൻ വരയ്ക്കാം അല്ലെ. അതുപോലെ തന്നെ ബിയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് അടുത്തതും വരയ്ക്കത്തില്ലേ? അതുപോലെ തന്നെ സിയിൽ നിന്നും വരയ്ക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിന് എത്ര മീഡിയനുകൾ വരയ്ക്കാമായിരിക്കും? 3 മീഡിയനുകൾ വരയ്ക്കാം അല്ലെ. ഞാൻ എല്ലാ മീഡിയനുകളും ഒന്ന് വരയ്ക്കാനായിട്ട് പോവാം. എയിൽ നിന്ന് ബി സിയുടെ മിഡ് പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന മീഡിയൻ എ ഇ എന്ന് പറയുന്ന ഒരു മീഡിയൻ. അടുത്തത് സിയിൽ നിന്ന് എ ബിയുടെ മിഡ് പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന മീഡിയൻ സി ഡി അല്ലെ, സി ഡി. അടുത്തത് ബിയിൽ നിന്ന് എ സിയുടെ മിഡ് പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന മീഡിയൻ ബി എഫ്, ബി എഫ്. ഇങ്ങനെ 3 മീഡിയൻ ഒരു ട്രയാങ്കിളിന് വരയ്ക്കാനായിട്ട് പറ്റും. അടുത്തത് രണ്ടാമത്തെ കാര്യം എന്നാ പറയുന്നത് നോക്കിക്കേ. ഇൻ എനി ട്രയാങ്കിൾ all 3 medians intersect at a single point. ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻ വരയ്ക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ആ 3 മീഡിയൻസും ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യും. അതായത് ഇവിടെ ചിത്രത്തിൽ കാണാലോ, ഈ 3 മീഡിയൻസും ജി എന്ന് പറയുന്ന ഈ പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടില്ലേ? അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 മീഡിയൻസും ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യും. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? The point of intersection of the medians is called the centroid of the triangle. അതായത് ഈ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്, അതായത് ഇവിടെ ജി എന്ന് പറയുന്ന പോയിന്റ് അല്ലെ, ഈ ജിനെ വിളിക്കുന്നത് എന്തെന്നാണ്? സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഈ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം എന്ന് പറയുന്നു. 3 മീഡിയൻസും മീറ്റ് ചെയ്യുന്ന ജി എന്ന് പറയുന്ന പോയിന്റിനെ സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ഇവിടെ ഒരു കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. The distance of this point from each vertex is twice the distance from the midpoint of the opposite side. In other words, this point divides each median in the ratio 2:1. അതായത് ഇവിടെ പറയുന്നത് എന്താ? ഓരോ മീഡിയനെയും ഈ ജി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അതായത് ഒരു വെർട്ടെക്സിൽ നിന്ന് ജി വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ജിയിൽ നിന്ന് ഈ സൈഡിന്റെ മിഡ് പോയിന്റ് വരെയുള്ള ലെങ്തിന്റെ ചോയ്സ് ആയിരിക്കുമെന്ന്. അതായത് ഇ ജിയുടെ ഇരട്ടി ആയിരിക്കും ഏത് ലെങ്ത്? എ ജി എന്നാ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മീഡിയൻ എടുത്ത് നോക്കിയാലോ, ഡി ജിയുടെ ഇരട്ടി ആയിരിക്കും ഏത്? ജി സി എന്നാണ് പറയുന്നത്. അതായത് ഇവ തമ്മിലുള്ള റേഷ്യോ ഏതായിരിക്കും? 2:1 അല്ലെ. വെർട്ടെക്സിൽ നിന്ന് ജിയിലേക്കുള്ള ലെങ്ത് ജിയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ലെങ്തിന്റെ ചോയ്സ് ആയിരിക്കും. അതായത് റേഷ്യോ വരുമ്പോൾ 2:1 അല്ലെ. ഇവിടെ 2 വരും, ഇവിടെ 1 വരും. 2:1 ആയിരിക്കും. നമ്മളതൊന്ന് ചെക്ക് ചെയ്താലോ. ഇതിന്റെ ഡിസ്റ്റൻസ് ഒന്ന് എടുത്ത് നോക്കാം. എ മുതൽ ജി വരെയുള്ള ഡിസ്റ്റൻസ് 5.22 അല്ലെ. ഇനി ജി മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്താലോ 2.61. അതായത് 2.61ന്റെ ഇരട്ടിയല്ലേ 5.22? അതായത് ഈ റേഷ്യോ കറക്റ്റ് അല്ലേ? ഇതൊന്നാണെങ്കിൽ അതിന്റെ ഇരട്ടി ഇത് 2 ആയിരിക്കും അല്ലെ. എല്ലാ മീഡിയനും അത് ശരിയാണോ നമുക്കൊന്ന് നോക്കിയാലോ. എഫ് മുതൽ ജി വരെയുള്ള ലെങ്ത് അത് 2.03 കിട്ടി അല്ലെ. ജി മുതൽ ബി വരെയുള്ളതോ 4.07. ഏകദേശം 2.03യുടെ ഡബിൾ ആയിട്ട് വരും 4.07 അല്ലെ. ഏകദേശം കറക്റ്റ് ആണ്. അതായത് ഇവിടെയും ഏത് റേഷ്യോ തന്നെയാണ്? 2:1 എന്ന് പറയുന്ന റേഷ്യോ തന്നെയാണ് അല്ലെ. അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ഏതൊരു മീഡിയനെയും സെൻട്രോയിഡ് കട്ട് ചെയ്യുന്ന റേഷ്യോ ഏതായിരിക്കും? 2:1 എന്ന് പറയുന്ന റേഷ്യോ ആയിരിക്കും. റേഷ്യോ പറയുമ്പം വെർട്ടെക്സിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. വെർട്ടെക്സിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ആ ലെങ്ത് അതായിരിക്കും 2. ദെൻ സെൻട്രോയിഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്കുള്ളതായിരിക്കും 1. ഇപ്പൊ 2:1 എന്ന് പറയുമ്പോൾ അതിന്റെ ഓർഡർ മാറിപ്പോകരുത്. വെർട്ടെക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെർട്ടെക്സിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ളത് ഭാഗം വലുതും, അതായത് 2ഉം, ബാക്കിയുള്ളത് 1ഉം ആയിരിക്കും. അതായത് ഈ മീഡിയനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? എ ജി ഈസ് ടു ജി ഇ. വെർട്ടെക്സിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ളത് എ ജി ഈസ് ടു ഇവിടെ നിന്ന് മിഡ് പോയിന്റിലേക്കുള്ളത് ജി ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ റേഷ്യോ ആണ് 2:1 എന്ന് എഴുതാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ ഇവിടെ ആദ്യത്തെ പാർട്ട് എപ്പോഴും വെർട്ടെക്സിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. വെർട്ടെക്സിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ലെങ്ത് ആയിരിക്കും ആദ്യത്തെ പാർട്ടായിട്ട് പറയുന്നത്. ഇവിടെ ഇപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, എന്താണ് മീഡിയൻ? മീഡിയൻ എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ ഏതൊരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻസ് വരയ്ക്കാനായിട്ട് പറ്റും. ഈ 3 മീഡിയൻസും ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യും. മൂന്നാമതായിട്ട് പറയുന്നതോ, ഇങ്ങനെ വരയ്ക്കുന്ന മീഡിയൻസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം എന്ന് പറയുന്നു. അടുത്തത് പറയുന്നതോ, ഈ മീഡിയനെ സെൻട്രോയിഡ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1 എന്ന റേഷ്യോയിലായിരിക്കും. ആ റേഷ്യോ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വെർട്ടെക്സിൽ നിന്നായിരിക്കും.